ശിഷ്യന്മാർ നടന്നു വരുമ്പോൾ കണ്ട കാഴ്ച, യേശു ഒരത്തിയോട് സംസാരിക്കുന്നു. നെക്സ്റ്റ് ഡേ ഇവർ അതുവഴി പോകുമ്പോൾ ആ അത്തി ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. ശിഷ്യന്മാർ ചോദിച്ചു, ഇതെങ്ങനെയാ സംഭവിച്ചത്? യേശു കർത്താവ് അവരെ നോക്കി പറഞ്ഞു, ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, നിങ്ങളും സംശയിക്കാതെ വിശ്വാസമുള്ളവരായ ഈ പറഞ്ഞത് നിന്നിലും സംഭവിക്കും. ചില പർട്ടിക്കുലർ മേഖലയെ നോക്കി ചിലതിനെ ഫോക്കസ് ചെയ്ത്, അതൊരു പക്ഷേ നിന്റെ പ്രോജക്റ്റ് ആയിരിക്കാം, തലമുറയായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം, അതിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ചിലതൊന്ന് വാ കൊണ്ട് പറയാൻ തയ്യാറായ എന്ന് വെച്ചാൽ നീ നെഗറ്റീവ് പറയുന്നത് നിർത്തി നിന്റെ വാ കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചാൽ ദൈവം പറയുന്നു, നീ എന്റെ വായ് പോലെയാകും. യുവർ word never fail. Yes. Your words never fail. ഈ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ദൈവം തമ്പുരാൻ വേറെ ഒന്നും ചെയ്യുകയല്ലായിരുന്നു. ഗോഡ് സെഡ്, ദൈവം പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചലിച്ചെടുത്ത്, ആത്മശക്തി ചലിച്ചെടുത്ത്, ദൈവ സാന്നിധ്യം ചലിച്ചെടുത്ത്, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചെടുത്ത് ദൈവം വാ തുറന്ന് പറഞ്ഞത് ഉണ്ടായി വന്നു. യേശു കർത്താവ് മുഴുവനും ചെയ്തത് ഇങ്ങനെയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 49 മുതൽ 59 വരെ രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നത് യേശു അവനോട്, 50-ാം വാക്യം, യേശു അവനോട്, യോഹന്നാൻ 4:50, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. 53-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ എപ്പോൾ പറഞ്ഞോ അപ്പോൾ വിടുതൽ നടന്നു. എപ്പോൾ പറഞ്ഞോ അപ്പോൾ വിടുതൽ നടന്നു. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മത്തായി 21:18 മുതൽ 21 വരെയുള്ള വാക്യം, രാവിലെ അവൻ നഗരത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. 19-ാം വാക്യം, അടുക്കൽ ചെന്നു, ഇലയല്ലാതെ ഒന്നും കണ്ടില്ല, ഇനി നിന്നിൽ നിന്ന് ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ശിഷ്യന്മാർ നടന്നു വരുമ്പോൾ കണ്ട കാഴ്ച, യേശു ഒരു അത്തിയോട് സംസാരിക്കുന്നു, ഒരു മരത്തോട് വർത്താനം പറയുന്നു. അതിനോട് പറഞ്ഞു, അത്തിയോട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ഇവരതുവഴി പോകുമ്പോൾ ആ അത്തി ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. ശിഷ്യന്മാർ ചോദിച്ചു, ഇതെങ്ങനെയാ സംഭവിച്ചത്? യേശു കർത്താവ് അവരെ നോക്കി പറഞ്ഞു, ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, നിങ്ങളും സംശയിക്കാതെ വിശ്വാസമുള്ളവരായ ഈ പറഞ്ഞത് നിന്നിലും സംഭവിക്കും. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഉള്ള അത്തിയോടെല്ലാം പറയല്ല, പറയേണ്ട അത്തിയോട് പറഞ്ഞു. നാട്ടിലുള്ള അത്തി മുഴുവൻ ഉണക്കി കളഞ്ഞില്ല, ഒറ്റ അത്തിയെ ഉണങ്ങിയോളൂ. ചില പർട്ടിക്കുലർ മേഖലയെ നോക്കി ചിലതിനെ ഫോക്കസ് ചെയ്ത്, ചിലതിനെ ടാർഗറ്റ് ചെയ്ത്, അതൊരു പക്ഷേ നിന്റെ ബിസിനസ് ആയിരിക്കാം, പ്രോജക്റ്റ് ആയിരിക്കാം, തലമുറയായിരിക്കാം, ശുശ്രൂഷയായിരിക്കാം, അതിനെ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ചിലതൊന്ന് വാ കൊണ്ട് പറയാൻ തയ്യാറായ എന്ന് വെച്ചാൽ നീ നെഗറ്റീവ് പറയുന്നത് നിർത്തി. നിന്റെ വാ കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചാൽ ദൈവം പറയുന്നു, നീ എന്റെ വായ് പോലെയാകും. Your word never fail. Yes. Your words never fail. Yes.